കോൺഗ്രസിന്റെ ഭരണസമിതിയിലെ ഒരു വലിയ അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതും 24 കോടിയോളം രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് ഭരണസമിതിയുടെ കീഴിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിലാണ് 24 കോടി രൂപയുടെ അഴിമതി കണ്ടെത്തിയത്. അഴിമതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നും നിരവധി പരാതികൾ വന്നിരുന്നു. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. ഇതോടെ ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു. ഗ്രാമീണ മേഖലയായ അരുവിക്കര പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നിക്ഷേപങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് ഭരണസമിതി തട്ടിയെടുത്തതായാണ് പരാതി നൽകിയിരിക്കുന്നത്. 2024 സഹകരണ സംഘം പ്രവർത്തനം ആരംഭിച്ചതു മുതൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഉള്ളത്. കോൺഗ്രസ് നേതാവും കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അരുവിക്കര പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായിരുന്ന മോഹനകുമാർ ആയിരുന്നു പ്രസിഡന്റ്. 13 അംഗ ഭരണസമിതിയാണ് സഹകരണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് വകുപ്പ് ശുപാർശ ചെയ്തിട്ടുണ്ട്. പണം നഷ്ടമായ നിക്ഷേപകർ പലരും പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. അതേസമയം ഈ വിഷയത്തിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചെങ്കിലും ആരും തന്നെ ഹാജരായിട്ടില്ല. ഈ ഓഡിറ്റിൽ കണ്ടെത്തിയ നഷ്ടമായ തുകയുടെ വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഇപ്രകാരമാണ്. വസ്തുജാമ്യത്തിൽ നൽകിയ വായ്പകളിൽ തിരികെ ഈടാക്കാനുള്ളത് 5,87,8,449 രൂപയാണ്. പരസ്പര ജാമ്യത്തിൽ നൽകിയ വായ്പകളിൽ തിരികെ കൊടുക്കാനുള്ളത് 4,57,93,548 രൂപയാണ്. ക്രമവിരുദ്ധമായി ശമ്പളം നൽകിയത് 48,29,966 രൂപ. MTS പദ്ധതിയിൽ തിരികെ ഈടാക്കാനുള്ളത് 12,66,3217 രൂപയാണ്. മറ്റിനങ്ങളിലായി ഈടാക്കാനുള്ളത് 7,33,889 രൂപയാണ്. അധിക പലിശ നൽകിയതിൽ തിരികെ ഈടാക്കാനുള്ളത് 1,13,79,014 രൂപയാണ്. താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകിയത് 47,91,109 രൂപയാണ്. ഹാർഡ്വെയർ സ്റ്റോറിൽ ഉണ്ടായിട്ടുള്ള നഷ്ടമെന്ന് പറയുന്നത് 25,02,288 രൂപയാണ്.